ഹായ് ഹലോ എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ വളരെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള വൈസ്രോയിമാർ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈസ്രോയിമാർ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വൈസ്രോയി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കാനിങ് പ്രഭു, ഓപ്ഷൻ ബി എൽജിൻ പ്രഭു, ഓപ്ഷൻ സി മേയോ പ്രഭു, ഓപ്ഷൻ ഡി ലിറ്റൺ പ്രഭു. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കാനിങ് പ്രഭു. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് ആരാണ്? കാനിങ് പ്രഭുവാണ്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയായി നിയമിതനായ വ്യക്തിയാണ് കാനിങ് പ്രഭു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും ആര് തന്നെയാണ്? കാനിങ് പ്രഭു തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയായി നിയമിതനായ വ്യക്തിയും ആര് തന്നെയാണ്? കാനിങ് പ്രഭു തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭുവാണ് നമ്മൾ പറഞ്ഞു. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് കാനിങ് പ്രഭുവാണ് നമ്മൾ പറഞ്ഞു. ബംഗാളിൽ ഇൻഡിഗോ കലാപം അല്ലെങ്കിൽ നീലം കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ്? കാനിങ് പ്രഭുവാണ്. അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലും കാനിങ് പ്രഭു തന്നെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? കാനിങ് പ്രഭു തന്നെയാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വർഷം ഏതാണെന്ന് അറിയാമോ? ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വർഷം 1859 ആണ്. വൈസ്രോയിമാർ എന്നുള്ള ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് 1856 തുടങ്ങി നമുക്ക് ശരിക്കും ഒരു 11 വൈസ്രോയിമാരെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ട്. അതായത് ആ 11 വൈസ്രോയിമാർ 1856 തുടങ്ങി 1905 വരെയുള്ള വൈസ്രോയിമാർ അതിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കുണ്ട്. പക്ഷേ എപ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്നത് 1856 തുടങ്ങി 1905 വരെയുള്ള 11 വൈസ്രോയിമാരെ കുറിച്ചിട്ടാണ് എപ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ട് PSC എപ്പോഴും ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ക്ലൂ ഉണ്ട്, അല്ലെങ്കിൽ അത് പഠിക്കാനൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. അതെന്താ നമുക്ക് ആദ്യം നോക്കാം. 1856 തൊട്ട് 1905 വരെയുള്ള വൈസ്രോയിമാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1856 തൊട്ടിട്ട് 1905 വരെ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, കുറച്ച് ABCD അല്ലെ, ഒരു ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്താണിത്? ഇതാണ് മക്കളെ ആദ്യത്തെ 11 വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കോഡ് വേർഡ്. അതായത് CELMBLRD ലക് അല്ലെ, CELMBLRD ലക്. അതായത് സെൽ എന്ന് പറയുമ്പോൾ നമ്മളിത് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. സെൽ എം ഓർത്തു വെക്കുക, അതിനുശേഷം BLRD, അതിനുശേഷം ആ സെൽ തിരിച്ചിട്ട് എന്താവും? ലക്. അപ്പൊ നമുക്ക് ഓർത്തു വെക്കാൻ എമ്മും BLRD മാത്രമാണ് ഒന്ന് ഓർത്തു വെക്കേണ്ടുള്ളൂ. സെൽ എന്നാണ് തുടക്കം, MBLRD ലക്. പഠിച്ചില്ലേ? സെൽ MBLRD, ആ സെൽ തിരിച്ചിട്ട് എന്തായി? ലക്കായി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 61534 656. എന്താണ്? 61534 656. എന്താണിത്? ഇതാണ് വൈസ്രോയിമാരുടെ പേരുകളാണ്. C for കാനിങ്, ഓക്കെ, E for എൽജിൻ 1, L for ലോറൻസ്, M for മയോ. ദാറ്റ് ഈസ് CELM. ഇത് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് അല്ലേ. അതിനുശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് BLRD എഴുതിയിരിക്കുന്നത്. B എന്താണ്? ബ്രൂക്ക്. L for ലിട്ടൺ, R for റിപ്പൺ, D for ഡഫ്രി. ഓക്കെ, അതിനുശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. L for ലാൻസ് ഡൗൺ, E for എൽജിൻ 2 ആൻഡ് C for കസൺ. ഓക്കെ, അതാണ് CELM. കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് BLRD LEC. അതിനുശേഷം ഈ 61534 656 എന്താണ്? അവര് ഭരിച്ച കാലയളവാണ്. ഓക്കെ, അതായത് ലോർഡ് കാനിങ് ഭരിച്ചത് 1856 തൊട്ട് 62 വരെയാണ്, അതായത് 6 വർഷം. അതുപോലെ എൽജിൻ 1, ലോറൻസ്, മയോ ഇവരെല്ലാം ഭരിച്ച കാലയളവാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സ്പേസ് ഇട്ടിരിക്കുന്നത്? BLRDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4, അതായത്
ബ്രൂക്ക് ആയിക്കോട്ടെ, ലിട്ടൺ ആയിക്കോട്ടെ, റിപ്പൺ ആയിക്കോട്ടെ, ഡെഫ്രിൻ ആയിക്കോട്ടെ, ഇതൊക്കെ വൈസ്രോയിമാരുടെ പേരാണ്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രൂക്ക്, ലിട്ടൺ, റിപ്പൺ, ഡെഫ്രിൻ, ആ നടുവിൽ കിടക്കുന്ന BLRD, അവര് 4 പേരും ഭരിച്ചിരിക്കുന്ന കാലയളവ് എത്രയാണ്? 4 വർഷമാണ്. അപ്പൊ നിങ്ങൾക്ക് വർഷങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. നമുക്കറിയാം 1856 തുടങ്ങി 1905 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 1856 പ്ലസ് 6 ചെയ്ത് കഴിഞ്ഞാൽ 1862 കിട്ടും. അപ്പൊ നമുക്ക് കാനിങ് ഭരിച്ച കാലയളവ് കിട്ടും. ക്ലിയർ? 1862 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1863 കിട്ടും. അപ്പൊ നമുക്ക് എൽജിൻ 1 ഭരിച്ച കാലയളവ് കിട്ടും. അങ്ങനെ 61534 656. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 61534 656. ഓക്കെ, ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? CELM സ്പേസ് BLRD സ്പേസ് LEC. ക്ലിയർ? ക്ലിയർ അല്ലേ? CELM സ്പേസ് BLRD സ്പേസ് LEC. CELM BLRD. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ CL അങ്ങോട്ട് തിരിച്ചിടുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 1856 തുടങ്ങി 1905 വരെയുള്ള കാലയളവ്. രണ്ടാമത്തെ ചോദ്യം, വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി ആരാണ്? വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ എൽജിൻ പ്രഭു, ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു, ഓപ്ഷൻ സി ഇർവിൻ പ്രഭു, ഓപ്ഷൻ ഡി കേഴ്സൺ പ്രഭു. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ എൽജിൻ പ്രഭു. ഓക്കെ, കാനിങ് പ്രഭുവിന് ശേഷം നിയമിതനായ വൈസ്രോയാണ് എൽജിൻ പ്രഭു. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1862 തൊട്ട് 1863 വരെയാണ്. 1862 കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ച വൈസ്രോയാണ് എൽജിൻ പ്രഭു. ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നമ്മൾ പറഞ്ഞു 1862 കേട്ടോ. 1862 കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ച വൈസ്രോയി ആരാണ്? എൽജിൻ പ്രഭു ആണ്. അദ്ദേഹം തന്നെയാണ് വഹാബി ലഹള അടിച്ചമർത്തുകയും ചെയ്തത്. കാനഡ പ്രവിശ്യയുടെ ഗവർണർ ജനറലായ ശേഷം ഇന്ത്യയുടെ വൈസ്രോയി ആയതാണ് ലോർഡ് എൽജിൻ അല്ലെങ്കിൽ എൽജിൻ പ്രഭു. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ച വർഷം. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ച വർഷം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1879, ഓപ്ഷൻ ബി 1857, ഓപ്ഷൻ സി 1869, ഓപ്ഷൻ ഡി 1875. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1875. ആദ്യമായിട്ടാണ് ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യ സന്ദർശിക്കുന്നത് ഏത് വർഷത്തിലാണ്? 1875 ആദ്യമായി ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യമായി ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണെന്ന് ചോദിക്കാം. ആരാണ്? നോർത്ത് ബ്രൂക്ക് പ്രഭു ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1872 ടു 1876 വരെയായിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യമായി ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി നോർത്ത് ബ്രൂക്ക് ആണ്. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1875 ആണ്. സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വൈസ്രോയി ആണ് നോർത്ത് ബ്രൂക്ക്. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയും ആര് തന്നെയാണ്? നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ്. അപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ്. ആ വർഷം 1875. സ്വാതന്ത്ര്യ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയാണ് നോർത്ത് ബ്രൂക്ക് പ്രഭു. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയും ആര് തന്നെയാണ്? നോർത്ത് ബ്രൂക്ക് പ്രഭു തന്നെയാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു, ഓപ്ഷൻ ബി മേയോ പ്രഭു, ഓപ്ഷൻ സി എൽജിൻ പ്രഭു, ഓപ്ഷൻ ഡി ജോൺ ലോറൻസ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. ലോർഡ് ലിട്ടന്റെ തൂലികാ നാമം എന്താണ്? ഓവൻ മേരി ഡിത്ത് എന്നാണ്. എന്താണ് അദ്ദേഹത്തെ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയി ആണ്.
ലിട്ടൺ പ്രഭു. നമുക്കറിയാം ഡിഗ്രി കഴിയുമ്പോൾ എന്തായാലും നമുക്കറിയാം സിവിൽ സർവീസ് എഴുതാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ ഡിഗ്രി കഴിയുമ്പോൾ എങ്ങനെയും 21 വയസ്സാവും. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു, സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയാണ് ആര്, ലിട്ടൺ പ്രഭു. അങ്ങനെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിക്ടോറിയ രാജ്ഞിക്ക് എംപ്രസ് ഓഫ് ഇന്ത്യ അദ്ദേഹം നൽകുകയുണ്ടായി. അത് ഏത് വർഷമാണ്, 1877. പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത്, അതുപോലെ തന്നെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടക്കുമ്പോഴുള്ള വൈസ്രോയും ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയും ആര് തന്നെയാണ്, ലോർഡ് ലിട്ടൺ തന്നെയാണ്. ആയുധ നിയമം കൊണ്ടുവന്നത് ആരാണ്, ലോർഡ് ലിട്ടൺ ആണ് 1878. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണത്, ലോർഡ് ലിട്ടൺ ആണ് അല്ലെ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്ന വർഷം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അർത്ഥം അല്ലെ. പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1877, ഓപ്ഷൻ ബി 1864, ഓപ്ഷൻ സി 1878, ഓപ്ഷൻ ഡി 1879. പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? നമുക്കറിയാം അത് നിലവിൽ വന്ന വർഷം ലിട്ടൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ലിട്ടൺ പ്രഭുവിന്റെ കാലഘട്ടം, ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1876 തൊട്ട് 1880 വരെയാണ് അല്ലെ. 1876 തൊട്ട് 1880 വരെയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കിടന്ന വർഷം നമ്മൾ നോക്കിയാൽ മതി അല്ലെ. അതിനിടയിൽ ഇപ്പോൾ 2 വർഷം വരുന്നുണ്ട്, 1877 വരുന്നുണ്ട്, 1878 വരുന്നുണ്ട്. 1877 നമ്മൾ പറഞ്ഞു വിക്ടോറിയ രാജ്ഞിക്ക് എംപ്രസ് ഓഫ് ഇന്ത്യ പദവി നൽകിയ വർഷമാണ് 1877. 1864 വരുന്നില്ല. 1879 എന്താണ്, ലിട്ടൺ പ്രഭു ഡാറ ഡെക്കാൻ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് പാസ്സാക്കിയ വർഷമാണ് 1879. അപ്പൊ 1877 അല്ല, ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ഡിയും അല്ല, ഓപ്ഷൻ ബിയും അല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1878. 1878 പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത്. 1878 അത് മാത്രമല്ല വേറെന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ആയുധ നിയമം നിലവിൽ വന്ന വർഷവും 1878. ആയുധ നിയമം നിലവിൽ വന്ന വർഷവും ഇത് തന്നെയാണ്, 1878. അതുപോലെ തന്നെ 2ാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്ന വർഷവും 1878 തന്നെയാണ്. ഓക്കെ, അപ്പൊ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്ന വർഷവും 1878. ആയുധ നിയമം നിലവിൽ വന്ന വർഷവും 1878. പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്ന വർഷവും 1878. 1878 ഇതെല്ലാം ഏത് പ്രഭുവിന്റെ കാലത്താണ്, ഏത് വൈസ്രോയുടെ കാലത്താണ്? ലിട്ടൺ പ്രഭുവിന്റെ കാലത്താണ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആര്? ജൂത വൈസ്രോയി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റീഡിംഗ് പ്രഭു, ഓപ്ഷൻ ബി മേയോ പ്രഭു, ഓപ്ഷൻ സി ലിട്ടൺ പ്രഭു, ഓപ്ഷൻ ഡി റിപ്പൺ പ്രഭു. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റീഡിംഗ് പ്രഭു. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, മേയോ പ്രഭു. സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, വൈസ്രോയി ആണ് മേയോ പ്രഭു. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, ലിട്ടൺ പ്രഭു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ ആണ് ആര്? ലിട്ടൺ പ്രഭു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് ജനകീയനായ വൈസ്രോയ് ആരാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള റിപ്പൺ പ്രഭു ആണ്. അപ്പം നമ്മൾ എയും പഠിച്ചു, ബിയും പഠിച്ചു, സിയും പഠിച്ചു, ഡിയും പഠിച്ചു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ജൂത വൈസ്രോയ് എന്നറിയപ്പെടുന്ന വ്യക്തി റീഡിംഗ് പ്രഭു ആണ്. സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ് മേയോ പ്രഭു ആണ്. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ ലിട്ടൺ പ്രഭു ആണ്. ജനകീയനായ വൈസ്രോയ് ആരാണ്? റിപ്പൺ പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയ് ആരാന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? കേഴ്സൺ പ്രഭു ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ജൂത വൈസ്രോയ് റീഡിംഗ് പ്രഭു ആണെന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ വൈസ്രോയ് ആരാണ്? ഇർവിൻ പ്രഭു ആണ്. ക്രിസ്ത്യൻ വൈസ്രോയ് ആരാണ്? ഇർവിൻ പ്രഭു.
റീഡിംഗ് പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1921 ടു 1926 അങ്ങനെ ചോദിച്ച് കാണാത്ത ഒരു ക്വസ്റ്റ്യനാണ് റീഡിംഗ് പ്രഭുവിനെ കുറിച്ച്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവം അതെപ്പോഴായിരുന്നു? 1922 അല്ലേ, 1922. അപ്പോൾ ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം, അല്ലെങ്കിൽ സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, 1923. അതുപോലെ തന്നെ കാക്കൂരി ട്രെയിൻ കവർച്ച നടന്നതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. കാക്കൂരി ട്രെയിൻ കവർച്ച. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, 1925 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം RSS രൂപീകൃതമായ വർഷവും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, അല്ലെ, 1925. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതും അതുപോലെ തന്നെ RSS രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപം കൊണ്ടതും 1925 തന്നെയാണ്. അത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? റീഡിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നു. ചൗരി ചൗര സംഭവം നടന്നത് 1922 നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1921 തൊട്ട് 26 വരെയാണ്. അപ്പോൾ 22 ചൗരി ചൗര സംഭവം നടക്കുമ്പോഴുള്ള വൈസ്രോയി ആര് തന്നെയാണ്? റീഡിംഗ് പ്രഭു തന്നെയാണ്. സ്വരാജ് പാർട്ടി, കുറേയധികം പാർട്ടികൾ രൂപം കൊണ്ട വർഷം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, അല്ലേ, 1923, 25 2 വർഷങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 23 ഏത് പാർട്ടിയാണ് രൂപം കൊണ്ടത്? സ്വരാജ് പാർട്ടി രൂപം കൊണ്ടു. 25 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപീകൃതമായ വർഷവും 1925 അതും റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയാണ് റീഡിംഗ് പ്രഭു. കാക്കൂരി ട്രെയിൻ കവർച്ച നടന്നതും റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയ വർഷം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1883, ഓപ്ഷൻ ബി 1894, ഓപ്ഷൻ സി 1899, ഓപ്ഷൻ ഡി 1888. ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1883 ആണോ, 94 ആണോ, 99 ആണോ, അതോ 88 ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1883. ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയ വർഷം എന്നാണ് 1883. എന്താണ് ഇൽബർട്ട് ബിൽ? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന നിയമമാണ് ഇൽബർട്ട് ബിൽ നിയമം. അപ്പൊ ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയ വർഷം 1883. എന്താണ് ഇൽബർട്ട് ബിൽ? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന നിയമമാണ് ഏത്? ഇൽബർട്ട് ബിൽ നിയമം. ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയത് ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1880 ടു 1884 വരെയായിരുന്നു. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലോർഡ് റിപ്പൺ. എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് വിലയിരുത്തൂ, ഇങ്ങനെ പറഞ്ഞ വ്യക്തി, ഇങ്ങനെ പറഞ്ഞ വൈസ്രോയാണ് ആര്? ലോർഡ് റിപ്പൺ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്ന വർഷവും 1881 അതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വൈസ്രോയും ആര് തന്നെയാണ്? റിപ്പൺ പ്രഭുവാണ്. ആ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമുണ്ട്. ആ നിയമമാണ് ഫാക്ടറി ആക്ട് 1881 അല്ലെ. ഫാക്ടറി നിയമം 1881 അത് നിലവിൽ വന്നത്. അപ്പൊ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമാണ് ഏത്? ഫാക്ടറി ആക്ട് അല്ലെങ്കിൽ ഫാക്ടറി നിയമം നിലവിൽ വന്ന വർഷം 1881. ജനകീയനായ വൈസ്രോയി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആര് തന്നെയാണ്? റിപ്പൺ പ്രഭു തന്നെയാണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്, ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആര് തന്നെയാണ്? റിപ്പൺ പ്രഭു തന്നെയാണ്.
റിപ്പൺ പ്രഭു ലോർഡ് ലിട്ടൺ, അതായത് വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെട്ടിരുന്ന ലിട്ടൺ ചെയ്ത കുറേ കാര്യങ്ങൾ തിരുത്തുകയുണ്ടായി. അതായത് പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചു. അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സായി ഉയർത്തി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലിട്ടൺ പ്രഭു ചെയ്ത കാര്യങ്ങളെല്ലാം തിരുത്തിയ ഒരു വൈസ്രോയും കൂടിയാണ് ആര്? റിപ്പൺ പ്രഭു. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. കേഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി മിന്റോ ടു, ഓപ്ഷൻ സി ഹാർഡിച്ച് രണ്ടാമൻ, ഓപ്ഷൻ ഡി ഇർവിൻ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കേഴ്സൺ പ്രഭു ആണോ, മിന്റോ രണ്ടാമനാണോ, ഹാർഡിച്ച് രണ്ടാമനാണോ, ഇർവിൻ ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ്, നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയാണ് കേഴ്സൺ പ്രഭു. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1899 ടു 1905 ആണ്. അപ്പൊ കേഴ്സൺ പ്രഭു വരെയുള്ള വൈസ്രോയിമാരെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. കേഴ്സൺ പ്രഭു വരെയുള്ള വൈസ്രോയി നമ്മൾ പറഞ്ഞല്ലോ 1899 തൊട്ട് 1905 വരെയാണ് കേഴ്സൺ പ്രഭുവിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വൈസ്രോയാണ് ആര്? കേഴ്സൺ പ്രഭു. അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷൻ നിയമിച്ച വൈസ്രോയാണ് കേഴ്സൺ പ്രഭു. അങ്ങനെ നിയമിച്ച പോലീസ് കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ആൻഡ്രൂ ഫ്രേസർ ആയിരുന്നു. അപ്പൊ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയാണ് കേഴ്സൺ പ്രഭു. അങ്ങനെ നിയമിച്ച പോലീസ് കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ആൻഡ്രൂ ഫ്രേസർ ആയിരുന്നു. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയുണ്ടായി. എവിടെ? ബീഹാറിൽ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയും കേഴ്സൺ പ്രഭു തന്നെയാണ്. പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം കൊണ്ടുവന്നു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റെയിൽവേ വേർതിരിച്ച വൈസ്രോയും ആര് തന്നെയാണ്? ലോർഡ് കേഴ്സൺ തന്നെയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വൈസ്രോയ്ക്കാണെന്ന് ചോദിക്കാറുണ്ട്. 2ാം ഈഴവ മെമ്മോറിയൽ അത് സമർപ്പിച്ചത് കേഴ്സൺ പ്രഭുവിനാണ്. മറക്കരുത്, കേഴ്സൺ പ്രഭുവിനാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 9ാമത്തെ ചോദ്യം, ഹാർഡിച്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ദേശീയ നേതാവ്. ഹാർഡിച്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അഷ്റഫ് ഉല്ലാ ഖാൻ, ഓപ്ഷൻ ബി തേജ് ബഹദൂർ സപ്രു, ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഹാർഡിച്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റാഷ് ബിഹാരി ബോസ്. ഹാർഡിച്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഹാർഡിച്ച് രണ്ടാമന്റെ ഭരണ കാലഘട്ടം ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ്? 1910 തൊട്ട് 1916 വരെയാണ് ഹാർഡിച്ച് രണ്ടാമന്റെ ഭരണ കാലഘട്ടം. ബംഗാൾ വിഭജനം നമ്മൾ പറഞ്ഞു, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു എന്ന് പറഞ്ഞു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിച്ച് രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാണ്? ഹാർഡിച്ച് രണ്ടാമനാണ്. അല്ലെങ്കിൽ ഹാർഡിച്ച് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ്. അത് ഏത് വർഷമായിരുന്നു? 1911 ഡിസംബർ 12-നാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ആദ്യം ഏതായിരുന്നു? കൽക്കട്ടയായിരുന്നു. അത് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച വർഷം ഏതാണ്? 1911 ഡിസംബർ 12-ആണ്. അതായത് ഹാർഡിച്ച് രണ്ടാമന്റെ കാലത്താണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് 1912-നാണ്. അപ്പൊ തീരുമാനിച്ചതാണ് 11-ന്, 12-ന് എന്ത് ചെയ്തു? അത് മാറ്റി അല്ലെ. ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹി ഉദ്ഘാടനം ചെയ്ത വർഷം അതിപ്പോഴൊന്നുമല്ല, അത് 1931 ഫെബ്രുവരി 13-നാണ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് നമ്മൾ പറഞ്ഞു 1911 ഡിസംബർ 12-നാണ്. എന്നാൽ അത് മാറ്റിയത് 1912-നാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ PSCയുടെ ആൻസർ വന്നിട്ട് 1911 ഡിസംബർ 12 തന്നെയാണ്. അതായത് മാറ്റാൻ തീരുമാനിച്ച വർഷമാണ് എന്ത് മാറ്റിയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ PSCയുടെ ആൻസർ. അപ്പോൾ PSCയുടെ ആൻസറെ നമ്മൾ പഠിച്ചു വെക്കുക. 1911 ഡിസംബർ 12. ശ്രദ്ധിക്കുക കേട്ടോ.
അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോൺവാലിസ് പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ സി കാനിങ് പ്രഭു, ഓപ്ഷൻ ഡി റിപ്പൺ പ്രഭു. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കോൺവാലിസ്. ഇനി ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. ഇനി കാനിങ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയാണ് കാനിങ് പ്രഭു, അല്ലെ? അപ്പോൾ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവും അത് നിരോധന നിയമം പിൻവലിച്ച ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി കാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭുവാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അതുപോലെ തന്നെ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി കോൺവാലിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആണ് ആര്? കോൺവാലിസ് പ്രഭു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൽ വൈസ്രോയ്മാർ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? കാനിങ് പ്രഭുവിനെ കുറിച്ച് പറഞ്ഞു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലുമാണ് ആര്? കാനിങ് പ്രഭു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. അത് ഏത് വർഷത്തിലാണ്? 1859. 1857 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ച വർഷമാണ് 1857. ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയ് ആരാണ്? ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയ് ആരാണ്? അത് മേയോ പ്രഭുവാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസ്രോയ് ആണ് ആര്? മയോ പ്രഭു എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയ് മേയോ പ്രഭുവാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭുവാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അത് മേയോ പ്രഭു അല്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു ആണെങ്കിൽ കൂടി ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയ് അത് റിപ്പൺ പ്രഭുവാണ് 1881. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയ വൈസ്രോയ് മേയോ പ്രഭു ആണെന്ന് പറഞ്ഞു. എന്നാൽ അതൊരു ഔദ്യോഗിക സെൻസായിട്ട് കണക്കാക്കുന്നില്ല. എന്താണ് കാരണം? സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻസസ് ആയിരുന്നു ഏത്? മയോ പ്രഭു ഉണ്ടാക്കിയ സെൻസസ് എന്ന് പറയുന്നത്, അല്ലെ? ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയ മേയോ പ്രഭുവിന്റെ സെൻസസിൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ്, അത് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയ്, അത് ജനകീയ വൈസ്രോയ് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയ് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്, അല്ലെ? അത് പിൻവലിച്ച വൈസ്രോയ് റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ പ്രാദേശിക പത്രഭാഷ നിയമം പാസാക്കിയ വൈസ്രോയ് ലിട്ടൺ പ്രഭുവും അത് പിൻവലിച്ചത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അതറിഞ്ഞു വെക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ്, ആ വൈസ്രോയ് സ്വതന്ത്ര ഇന്ത്യ ആയപ്പോൾ എന്തായി മാറി? ആദ്യത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയ് ആണ് മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന വേറെ കുറെ പേരുകളുണ്ട്. 3 പേരുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ജൂൺ 3 പദ്ധതി, ബാൽക്കൻ പദ്ധതി, ഡിക്കി ബേർഡ് പ്ലാൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയ് ആണ് ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കാറുണ്ട്. ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരൻ ആരാണ്? അത് സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അതുപോലെ തന്നെ അവസാനത്തെയും ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി തന്നെയാണ്. അപ്പോൾ ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരൻ സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും
രണ്ടാമത്തെയും അവസാനത്തെയും. അപ്പൊ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. രണ്ടാമത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.